കാശ് കിട്ടിയ സന്തോഷം ഉണ്ടാവുന്ന കരുതിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശ് കിട്ടിയപ്പോഴോ ടെൻഷൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അർത്ഥത്തിൽ സുഖ. ഒരുത്തരാണ് ശവലിയറിന്റെ പെണ്ണ്, വേറൊരുത്തരാണെങ്കിൽ ഇടിച്ചോടി. അതൊക്കെ ഓരോരുത്തരുടെ യോഗ. എനിക്ക് മൃദുല വികാരങ്ങൾ കൊണ്ടൊന്ന് ഓർക്കണം. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നീ അവനെ നിരുത്സാഹപ്പെടുത്താതെ. അളിയന് മരുന്നുണ്ട്. ഒന്ന് അന്തി മയങ്ങിക്കോട്ടെ. വഴിയുണ്ടാക്കാം. കളിയാ വഴിയുണ്ടാക്കാം. അനുസരിക്കില്ല. ഞാൻ പറഞ്ഞ ചെക്കൻ എന്താണ് കുറവ്? ചെവിയില്ലേ, മൂക്കില്ലേ, വായില് നല്ല പല്ലില്ലേ? എന്റെ ചിത്രത്തിന് എന്താ ഒരു കുറവ്? കാസറ്റ് പടി എന്താ അന്തസ്സുള്ള ജോലിയല്ലേ? അവന്റെ ഒരു അന്തസ്. ആ പണിയുടെ ക്രമവധിയാലയം കൊണ്ടല്ലേ കുറച്ചാൽ അവൻ മൂക്കും പൊത്തി നടന്നത്. കാസറ്റ് പോലെ അവന്റെ മനസ്സും കണ്ടുമടുക്കുമ്പോ മായ്ക്കും, പുതിയത് കേറ്റും. എനിക്ക് എന്റെ ചിത്രേട്ടൻ മതി. ചിത്രേട്ടൻ അവൻ നാട് വിട്ട് കാണുമടി. അവനെ പെസ്റ്റ് ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. ഭരണാറി കളർ പടമായി നടക്കുന്ന എംബോഗി, അവനെ ഞാൻ ഈ മില്ലിലിട്ട് ഇടിച്ചു പൊടിച്ച് പടമാക്കും. അന്ന് ഞാനും ചാകും. നിങ്ങളല്ല വന്നോ രണ്ടിനെ വെട്ടി നുറുക്കിക്കളയും ഞാൻ. അതുപോലെ പല സീൻസ് ഉള്ള കാസറ്റുകളും എന്റെ ഉണ്ട്. കാണണോ? എന്താണ് ഭാഷ പറഞ്ഞത്? ഭയം അറിയുന്നോ നീ? ഇനി മേലാ ലോകയെ പറിച്ച് ഇങ്ങോട്ട് കയറി വരരുത്. എനിക്ക് നാട്ടുകാരെ പേടിക്കണം. എന്റെ പെങ്ങടെ മാനം കരുതാതെ കടന്നു പോ. ഞാനിപ്പൊ കടന്നു പോയാ നിന്റെ പെങ്ങടെ മാനം ഭൂമാനമായി പോകും. കടന്ന് പാട്ടാ. എടാ രണ്ടും കിട്ടവനെ, നീ അധികം ഞെളിയരുത്. ഞാനിപ്പോ ഇവിടെ നിന്റെ മുമ്പിൽ വെച്ചേ ഒന്നും ചെയ്യില്ല. മിസ്റ്റർ ചിത്രാംഗസ്, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അങ്ങനെയൊന്ന് മനസ്സിലുണ്ടെങ്കിൽ താമരക്കുട്ടി, നിന്നിഷ്ടം എന്നിഷ്ടം. അളിയനെ ഒന്ന് രണ്ട് ദിവസം കാണാതിരുന്നപ്പോ ഈ കാസറ്റ് എറക്ഷൻ ചെയ്യുന്നത് പോലെ. എറക്ഷൻ അല്ലല്ലേ, ഇറേസ്. അതുപോലെ എന്റെ പെങ്ങളെ നിന്റെ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞിരിക്കുമോ എന്ന് കരുതിപ്പോയി. അത് അളിയന്റെ വിവരക്കേട്. ഇതെന്റെ മാസ്റ്റർ പ്രിന്റാണ് അളിയ. ഞാനത് ഇറേസ് ചെയ്യൂ. പിന്നെ പൈറസി ഇറങ്ങാതെ അളിയനും കൂടെ നോക്കിക്കോണം. ഞങ്ങൾക്ക് സ്വന്തം ജോലിയുണ്ട്. അളിയൻ ഓ ആ വാതിലും കൂടെ ചാരിയാക്കി പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. നേരെയല്ലേ അവളെ കൊണ്ടാക്കട മാധവ പൂങ്കാ വിനോദമേ. ആശാനെ പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടാ. ആരാണെന്ന് മനസ്സിലായില്ലല്ല. ഞങ്ങൾ ചിട്ടപ്പെടുത്തുകാരനേ. ओ बदमाश कहाँ है? ഭസ്മാസുരന कुत्ते किधर है वो कुत्ते? ഇന്ത്യയാണല്ലേ. എടി വീരോ ദാണ്ടെ നമ്മുടെ മകന്റെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി ബാംബെ നാള് വന്നിരിക്കണ്. സാർമാർ ഇങ്ങാട്ടിരി. साले तुम तमाशा कर. കാണിക്കാൻ പോണത് എനിക്കൊന്നും മനസ്സിലാണില്ലടാ പട്ടി. രണ്ടിന്റെ വിലങ്ങ് ചവിട്ടിപ്പിടിച്ച കാലാണിത്. വിരോ പലതും പറ്റിയാറുന്ന. ഇപ്പൊ എങ്ങനെയുണ്ടോ ചൂലെ? വായിങ്ങാട്ടി അങ്ങനെ മാറാൻ പറയണ. എന്റെ മോനോട് കിടക്ക് പിടിച്ചോ. ആശാനെ ഇപ്പോഴെങ്കിലും രണ്ട് ചവിട്ടിയാൽ ഇവരോട്ട് ചവിട്ടിക്കോട്ടെ. എന്റെ മൂക്ക് പോയതോടെ. കാളിയോ? അത് അവരടുത്ത മുറിയിലുണ്ട്. എന്തി
അവൻ വീട്ടിലോട്ട് പോയിരിക്കുക. അവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അയ്യോ, നമുക്ക് ഈ മുറിയിൽ നിന്ന് മാറാം. നിക്ക്, ആരോട് വന്നിട്ട് മാറാം, അല്ലാതെ മാറിയ. എന്റെ പൊന്നളിയാ, അയ്യോ. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇനി എന്റെ ഈ ശരീരത്തിൽ ഒരു കോർണർ പോലും ബാക്കിയില്ല ഇടികൊള്ളാൻ. അയ്യോ. Ding dong, ding dong, ding dong, ding dong, ding, ding dong, ding dong. 1 2 3 4 5 6 7 8 9 10 11 la 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 la. Ding dong, ding, ding dong, ding dong, ding. क्या हुआ गब्बर? Ding dong, ding. कितना मजा आ गया यार. La 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 la, la 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 la. अरे क्या बात है? La la la. एक खूबसूरत लड़की है. La la. अच्छा, 1 2 3 4 5 6 7 8 9 10 11. कितनी सुंदर हो. आप आइए आइए. तुम्हारा नाम क्या है? मेरी नाम कोमिला कुलकर्णी है. तुम्हारी शादी हो गई? मेरी शादी नहीं होगी. जब अंधेरा होता है, ला 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 ला. आओ मेरी जान, दिल एक मंदिर है. अच्छा. सावन का महीना पवन करे शोर. शोर. जियर रे धूमे जैसे जैसे बनमाना छी मोर. मोर. मोर नहीं है. मोर मोर. अയ്യോ അയ്യോ. मेरे भाइयों बहनों, ये लड़ाई की भूमि नहीं है, परंतु പരുന്താ? പരുന്തല്ല, മയില്. വെറുതെ ഇരിക്കുക. ഇത്ര നിന്റെ പേരെന്താടാ? നാം. नाम मक्खन सिंह. നിന്റെ പേര് പറ. मेरा नाम അതെ, മേരാ നാം गब्बर सिंह. ഗബ്ബർ സിംഗ്, മക്കൻ സിംഗ്, അരവ സംബ. ഇതാ, ഇതുണ്ടോ? 2 ലക്ഷം ഉണ്ട്. പൂര 2 ലാഖ്. ഒന്ന് നിർത്തണം. എന്നാ നീ തന്നെ പറ. അളിയൻ തന്നെ പറഞ്ഞോ, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. എടാ ഗബ്ബറെ, മക്കൻ, നിങ്ങൾ രണ്ടുപേരും ബോംബെ എന്ന് കെട്ടിത്തിരിഞ്ഞ് കേരളത്തിൽ ഈ തൊഴിൽ ചെയ്യാൻ വന്നത് വെറും പണത്തിനാണ്, അല്ലേ? देखो भाइयों, ये काम सिर्फ पैसे के लिए, ठीक है? അതല്ലാതെ തന്നെ അവർക്ക് മനസ്സിലായി. ഓക്കേ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കാളി എത്ര കാശാ തരുന്നത്? कितना पैसा काली दिया? 10,000, 20,000, 20,000, 10,000, 30,000. മക്കൾ മലയാളം സംസാരിക്കുന്നു. അപ്പൊ നിനക്ക് മലയാളം അറിയില്ലടാ മക്കൻ സിംഗ്? അറിയാം സാർ, അറിയാം സാർ. സാർ, ഞങ്ങൾ മലയാളികളാണ് സാർമാരെ. എന്റെ പേര് അക്ബർ. എന്റെ പേര് വക്കൻ എന്ന. വക്ക മക്കനും അക്ബർ ഗബ്ബാറുമായി. എവിടെ നിന്റെ സ്വദേശങ്ങൾ പറയണേ. ഞാനങ്ങ് തെക്ക കുലശേഖരമംഗലം. ഞാനങ്ങ് വടക്കും കടത്തനാട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി കഴിഞ്ഞാ തരാൻ പോണത് വെറും 30,000 രൂപയല്ലേ? അതെ സാറേ. ഞങ്ങൾ നിങ്ങൾക്ക് ജോലിക്ക് മുമ്പേ 50,000 തരാം. ആശാനെ, ചേട്ടൻ ചേട്ടാ, ശരീരത്തിന്റെ എല്ലാ കോർണറും പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. കേടില്ലാതെ വായ മാത്രമേ കിട്ടിയുള്ളൂ. കറിക്ക് എന്ത് കിട്ടി വീരോ? ആശാനെ, ചേട്ടത്തിന് അടുപൊടിഞ്ഞ് വീട്ടിൽ കിടക്കുക. എങ്ങനെ ഓർമ്മ വരാനാ? കാളിയമർദ്ദനായിരുന്നില്ലേ വീട്ടിൽ?